ഫ്രണ്ട്സ്, എല്ലാവർക്കും മ്യാൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഈ പെരുംജീരകം വെച്ച് നമുക്ക് ശല്യക്കാരായിട്ടുള്ള പല്ലികൾ, പാറ്റകൾ, പിന്നെ കൊതുകുകൾ, എലികൾ, ഒച്ചുകൾ ഇവയൊക്കെ എങ്ങനെ തുരത്താമെന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഈ ഒരു പെരുംജീരകം കുറച്ച് നാൾ ആയ ഒരു പെരുംജീരകമാണ്. നമ്മുടെ വീട്ടിൽ പെരുംജീരകത്തിന് അത്ര വലിയ ഉപയോഗമൊന്നും ഇല്ലല്ലോ, എപ്പോഴും നമ്മൾ പെരുംജീരകം ഉപയോഗിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ആയിട്ടുള്ള ഒരു പെരുംജീരകമാണ്. അപ്പം ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ട്. ആ ഒരു പെരുംജീരകം ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാനിൽ ഇട്ടൊന്ന് ചൂടാക്കുന്നത്. ഇത് ചൂടായി വരുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മുടെ പെരുംജീരകം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുത്ത് പെരുംജീരകം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം 1.5 സ്പൂണോളം പെരുംജീരകം എടുത്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ മൺചിരാതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതൊക്കെ നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് എണ്ണയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു പപ്പടം വറുത്തിട്ട് ബാക്കിയുണ്ടായ എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ തിരി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് തുണി ഇങ്ങനെ ചുറ്റിയതിന് ശേഷം തിരിയാക്കി എടുത്തിട്ട് വെച്ചു കൊടുത്താലും നന്നായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഞാൻ കത്തിച്ചു കൊടുക്കുകയാണ്. ഇത് കത്തുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരും. അപ്പോൾ ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യമൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഇത് അലർജി ഒന്നും ഉണ്ടാക്കില്ല. കുട്ടികൾക്കും വലിയവർക്കും ഒന്നും അലർജി ഒന്നും ഉണ്ടാക്കില്ല. ഇത് ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അലർജി ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയം കൊതുകൊക്കെ എപ്പോഴാണ് കൂടുതലുള്ളത് ആ ഒരു സമയങ്ങളിലൊക്കെ ഇതൊന്ന് കത്തിച്ചു വയ്ക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കർപ്പൂരം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ ഇവിടെ കുറച്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി കർപ്പൂരം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഈ ചൂടാറുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കർപ്പൂരത്തിൻ്റെയും പെരുംജീരകത്തിൻ്റെയും സത്തൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പെരുംജീരകം പൊടിച്ചതിൻ്റെ തരിതരിയൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പി എടുത്തതിന് ശേഷം അതിൻ്റെ അടുപ്പിൽ ഹോൾ ഇട്ടിട്ട് ഉപയോഗിച്ചാലും മതി. ഇനി ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് നമുക്ക് പല്ലികൾ, പാറ്റകളൊക്കെ കൂടുതലായിട്ട് ശല്യമുള്ളത് അവിടെയൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് അവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലികളും പാറ്റകളൊക്കെ വരാതിരിക്കും. ഒന്നുകിൽ നമുക്കിതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ ഇട്ടിട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഒരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. എന്നാലും ഇതിൽ സ്മെല്ലുകളൊന്നും പോകില്ല. ആ സ്മെല്ല് കാരണം അവിടേക്ക് പല്ലികളും പാറ്റകളൊന്നും വരാതിരിക്കും. ഓവൻ്റെ ഇവിടെയൊക്കെ ഓരോ വിടവുകളൊക്കെ ഉണ്ടാവില്ല, അവിടെയൊക്കെ ആയിരിക്കും പല്ലികളൊക്കെ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. നമ്മുടെ കബോർഡിൻ്റെ അടിയിൽ, ഗ്യാസ് വയ്ക്കുന്ന സ്ഥലത്ത് അവിടെയൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ ഇവിടെ സിങ്കിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവില്ലേ, എപ്പോഴും ഇങ്ങനെ ഈർപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു, അത് ഞാൻ നമ്മുടെ ഈ സിങ്കിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരുന്ന പാറ്റകളുടെ ശല്യം കുറവുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇതൊരു ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് എലികളൊക്കെ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലെ എലി, പാമ്പ് അതൊക്കെ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എലികളുടെ ശല്യമൊക്കെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും.
അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പെരുംജീരകത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെ ഒക്കെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വസ്തുക്കൾ എലികളും പാമ്പുകളും ഒന്നും വരികയില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.